ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി എല്ലാ ദിവസവും നമ്മുടെ വീഡിയോകളുണ്ടാവും. എല്ലാ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ഹൈസ്കൂൾ മുതൽ PG ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുമുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ക്ലാസ് ഉണ്ടാവും. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ പ്രോബബിലിറ്റിയെ പറ്റിയിട്ടാണ്. പ്രോബബിലിറ്റി നമുക്ക് ബോർഡിൽ കാണാം. പ്രോബബിലിറ്റി ഇപ്പോൾ സാധാരണ ഹൈസ്കൂൾ സ്റ്റുഡൻസ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന കുട്ടികൾ വരെയാണെങ്കിലും ഈ പ്രോബബിലിറ്റി എന്ന ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് ഈ പ്രോബബിലിറ്റി. അപ്പോൾ അതിനെപ്പറ്റി ഒരു ബേസിക് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രോബബിലിറ്റിയെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഒറിജിൻ എവിടെയാണെന്നും കൂടി നമ്മൾ അറിയണം. അപ്പോൾ പണ്ട് ഏകദേശം ഒരു 17th സെഞ്ച്വറിയിൽ യൂറോപ്പിലായിരുന്നു ഇതിൻ്റെ ഒരു ഒറിജിൻ. നമ്മുടെ ഗലീലിയോ, പാസ്കൽ അവരൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഒരു ഫൗണ്ടർമാരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അന്നത്തെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്നൊക്കെ പറയുന്നത് ഗാംബ്ലിംഗ് ആയിരുന്നു. അപ്പോൾ പിന്നീട് ഒരു 18-19 നൂറ്റാണ്ടുകളൊക്കെ ആയപ്പോഴത്തേക്കാണ് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും നമ്മുടെയൊക്കെ പാഠപുസ്തകങ്ങളിൽ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് സ്ഥാനം പിടിക്കുകയും ചെയ്തത് ഈ ഒരു 18-19 നൂറ്റാണ്ടുകളിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പ്രോബബിലിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിനെ നമുക്കൊരു പ്രിസൈസ് ടേമുകളിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഒരു 1-2 വാക്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സയൻസിൻ്റെ ടേമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് ടേമുകളൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് പോലെ ഒരു എക്സാക്റ്റ് ആയിട്ട് 1-2 വാക്കുകളിൽ പ്രോബബിലിറ്റി ഇന്നതാണ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം മിക്കവാറും എല്ലാ കാര്യങ്ങളും, ഈ പ്രോബബിലിറ്റിയിലെ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ വ്യക്തമാകും. അപ്പോൾ ഈ ബോർഡിൽ 2 എക്സാമ്പിളുകളാണ് എഴുതിയേക്കുക. ഒന്നാമത്തേത് നമുക്ക് നോക്കിയാൽ പ്രോബബ്ലി ഇറ്റ് മേ റെയിൻ ടുഡേ. രണ്ടാമത്തേത് ദർ ഇസ് എ ചാൻസ് ഓഫ് വിന്നിങ് ദ ഗെയിം ബൈ എ പേഴ്സൺ. അപ്പോൾ 2 എക്സാമ്പിളുകൾ. ആദ്യത്തേത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് മഴ പെയ്തേക്കാം. കണ്ടില്ലേ, ഇന്ന് മഴ പെയ്തേക്കാം. രണ്ടാമത്തേതിലാണെങ്കിൽ നമ്മൾ സാധാരണ ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ കാണുന്നവരാണെങ്കിൽ നമ്മൾ പറയാറുണ്ട്, ഇന്ത്യ ജയിക്കാം, ചിലപ്പോൾ ഇന്ത്യ ജയിച്ചേക്കും, ചിലപ്പോൾ ഓസ്ട്രേലിയ തോറ്റേക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രോബബിലിറ്റി. ഒരു ചാൻസാണ്, ഒരു സെർട്ടനിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പ്രോബബിലിറ്റിയിൽ കൂടെ വരുന്നത്. ഒരു സെർട്ടനിറ്റി ഇല്ല. അപ്പോൾ മേ ബി സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരുന്നേക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുന്ന ഒരു തിയറിയാണ് ശരിക്കും ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നോട്ട് സെർട്ടൻ ടു ടേക്ക് പ്ലേസ് ആണ്. അപ്പോൾ ഇതിന് ഒരു കൃത്യതയൊന്നുമില്ല, ഇത് നടക്കും എന്ന് ഉറപ്പൊന്നുമില്ല, അല്ലെങ്കിൽ നടക്കില്ല എന്ന് ഒരു ഉറപ്പും പറയാത്ത കാര്യങ്ങളാണ് പ്രോബബിലിറ്റിയിൽ വരിക. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചാൻസ് ആണ്. അപ്പോൾ നമുക്കതിനെ പൊതുവായിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാം, ന്യൂമറിക്കൽ മെഷർ ഓഫ് അൺസർട്ടനിറ്റിയാണ് നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറയാൻ സാധിക്കുക. ന്യൂമറിക്കൽ മെഷർ ഓഫ് അൺസർട്ടനിറ്റി, ഒരു അനിശ്ചിതത്വത്തിലുള്ള കാര്യത്തിനെ മെഷർ ചെയ്യാൻ, ന്യൂമറിക്കൽ ടേംസിൽ മെഷർ ചെയ്യാനുള്ളൊരു തിയറിയാണ് ശരിക്കും പ്രോബബിലിറ്റി എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ പാർട്ടിലേക്ക് നമുക്ക് പോകാം. ഞാനൊരു ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ ഒരു സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ് ഞാൻ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. 2 കാര്യങ്ങൾ. ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഈ ഫേവറബിൾ കേസസും ടോട്ടൽ നമ്പർ ഓഫ് കേസസും ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. നമുക്കൊരു എക്സാമ്പിളിൽ കൂടി ഒരു കണക്ക് ചെയ്ത് തന്നെ എന്താണ് ഫേവറബിൾ കേസ് എന്നും എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് കേസ് എന്നും നമുക്ക് മനസ്സിലാക്കാം. ഒരു ചെറിയ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഔട്ട്കം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ നമുക്കറിയാം, ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ
അതിന് രണ്ട് റിസൾട്ട് ഉണ്ടായേക്കാം. ഒന്നുകിൽ ഒരു ഹെഡാകാം, അല്ലെങ്കിൽ ഒരു ടെയിലാകാം. ഒന്നുകിൽ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരാം, അല്ലെങ്കിൽ ടെയിൽ വരാം. അപ്പോൾ ആകെ സാധ്യതകൾ അല്ലെങ്കിൽ ആകെ ഔട്ട്കംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാണ്. അതാണ് നമ്മുടെ ടോട്ടൽ കേസസ് എന്ന് പറയുന്നത്. ടോട്ടൽ കേസസ് ആണ് ഹെഡ് ഓർ ടെയിൽ, അതായത് രണ്ടെണ്ണം. അപ്പോൾ ടോട്ടൽ കേസ് ആ ഡിനോമിനേറ്ററായിട്ട് വരേണ്ടതാണ് ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. സോ ഹെഡ് വരാം, അല്ലെങ്കിൽ ടെയിൽ വരാം. അപ്പോൾ ആകെ രണ്ട് ഔട്ട്കംസാണ്, രണ്ട് റിസൾട്ടുകളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. സോ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 2. ഇനി നമുക്ക് ഫേവറബിൾ കേസുകളാണ് വേണ്ടത്. ഫേവറബിൾ കേസസ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഒരു ഹെഡ് വരാനുള്ള സാധ്യതയാണ്, ഒരു ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ ഹെഡ് വരാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ എത്ര തവണ ഹെഡ് ഉണ്ടാവുന്നുണ്ട്. നമുക്കിവിടെ ഒറ്റ തവണയാണ് ഹെഡ് ഉണ്ടാവാനുള്ള സാധ്യത. സോ നമ്മുടെ ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മളോട് എന്താണോ ആവശ്യപ്പെടുന്നത്, എന്തിൻ്റെ പ്രോബബിലിറ്റി ആണോ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുന്നത്, അതായിരിക്കും നമ്മുടെ ഫേവറബിൾ കേസ്. ഇവിടെ ഹെഡ് വരാനുള്ള സാധ്യതയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ നമ്മുടെ ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഉണ്ടാകാനുള്ള ആ ഒരു റിസൾട്ടാണ് നമ്മുടെ ഫേവറബിൾ കേസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒറ്റ തവണയാണ് ഈ ഹെഡ് വരാനുള്ള സാധ്യത. അപ്പോൾ നമ്മുടെ ഫേവറബിൾ കേസ് ഈക്വൽ 1. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് നോക്കാം. പി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഈക്വൽ, നമ്മൾ മുമ്പ് പഠിച്ച പോലെ തന്നെ ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കേസസ്. ഫേവറബിൾ കേസ് ഈക്വൽ 1, ടോട്ടൽ കേസ് ഈക്വൽ 2. സോ 1/2 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒരു ഹെഡ് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഒരു ആൻസറിൻ്റെ ഹിൻറ്റ് മനസ്സിലാക്കിയിരിക്കേണ്ടത് എപ്പോഴും ഒരു ഫ്രാക്ഷൻ ആയിരിക്കും നമ്മുടെ പ്രോബബിലിറ്റിയുടെ ആൻസർ. എപ്പോഴും ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. അത് ഇത്തിരി കൂടി എക്സാക്റ്റായിട്ട് നമ്മുടെ ആൻസർ ചെക്ക് ചെയ്യാനുള്ളൊരു മാർഗം കൂടിയുണ്ട്. അത് നമ്മുടെ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിൽ നമുക്ക് പറയാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ 1/2 ആയിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾ ഈ ഹെഡ് മാറ്റിയിട്ട് ടെയിൽ വരാനുള്ള സാധ്യത കൂടി നിങ്ങൾ ചെയ്ത് നോക്കണം. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ടെയിൽ വരാനുള്ള സാധ്യത എന്താവും, ആ ഒരു ആൻസറും നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് പ്രോബബിലിറ്റിയിലെ ചില പ്രധാനപ്പെട്ട ടേമുകൾ പരിചയപ്പെടാം. ഒരുപാട് ടേമുകളുണ്ട്, അത് കുറച്ച് നമുക്ക് പഠിച്ചു പോകാം. അതിൽ ആദ്യമായിട്ട് റാൻഡം എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ടേമാണ്. റാൻഡം എക്സ്പെരിമെൻറ്റ്സ്. ഇപ്പോൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ഈ പ്രോബബിലിറ്റിയിൽ എന്ത് കാര്യം ചെയ്താലും നമ്മളതിനെ എക്സ്പെരിമെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ്, സപ്പോസ് ഒരു കോയിൻ ടോസ് ചെയ്യുക. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യാനുള്ള റിസൾട്ട് നമുക്ക് നേരത്തെ തൊട്ട് മുമ്പത്തെ കണക്കിൽ നമ്മൾ ചെയ്തായിരുന്നു. ഒരു ഹെഡ് ആവാം, അല്ലെങ്കിൽ ഒരു ടെയിൽ ആവാം. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു തവണ ടോസ് ചെയ്യുമ്പോൾ 2 തവണ ടോസ് ചെയ്താലും നമുക്കൊരു പക്ഷേ പ്രെഡിക്റ്റ് ചെയ്യാം. 3 തവണയോ 4 തവണയോ 5 തവണയോ ഒക്കെ ആണെങ്കിൽ ഒരു 10 തവണയൊക്കെ വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷേ അതിനപ്പുറത്തോട്ട് റിപ്പീറ്റായിട്ട് ഒരുപാട് തവണ ആ സെയിം സിറ്റുവേഷനിൽ, സെയിം കണ്ടീഷനിൽ നമ്മൾ അതേ എക്സ്പെരിമെൻ്റ് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്കതിൻ്റെ റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞൊരു എക്സാമ്പിൾ വളരെ നല്ലൊരു എക്സാമ്പിളാണ്. ഒരു കോയിൻ ടോസ് ചെയ്യുന്നു,
അത് 2 3 തവണ അല്ലെങ്കിൽ 10 തവണ നമ്മൾ ടോസ് ചെയ്താലും നമുക്കതിൻ്റെ റിസൾട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് നമുക്കറിയാം ഇന്നതൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം. പക്ഷേ അതിൽ കൂടുതൽ ഒരു 10 100 തവണ അത് ടോസ് ചെയ്താൽ അല്ലെങ്കിൽ 10 25 തവണ അത് ടോസ് ചെയ്താൽ ഒരുപക്ഷെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇത്ര തവണ ഹെഡ് വരും, ഇത്ര തവണ ടെയിൽ വരും. അങ്ങനെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ എഴുതിയേക്കുക. ഒന്നാമത്തേത് റിപ്പീറ്റബിൾ ആയിരിക്കും. കുറേ തവണ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിനെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. 2, അതിൻ്റെ റിസൾട്ട് ഒരിക്കലും പ്രിഡിക്റ്റബിൾ ആയിരിക്കില്ല, അൺപ്രിഡിക്റ്റബിൾ ആയിരിക്കും. 3, മോർ ദാൻ 1 റിസൾട്ട് ആയിരിക്കും. ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാവും. 10 തവണയോ അല്ലെങ്കിൽ 50 തവണയോ ചെയ്യുമ്പോൾ പല പല റിസൾട്ടുകളായിരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്പെരിമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. അടുത്തൊരു പോയിൻ്റ് സാമ്പിൾ സ്പേസ് ആണ്. സാമ്പിൾ സ്പേസ്. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഔട്ട്കംസിനെ അല്ല, അതിൻ്റെ റിസൾട്ടിനെ അല്ല, അതിന് എന്തൊക്കെ റിസൾട്ട് വരുമോ ആ റിസൾട്ടിനെ എല്ലാം നമ്മളൊരു സെറ്റായിട്ട് എഴുതുകയാണ്. സെറ്റ്, മലയാളത്തിൽ നമ്മൾ ഗണം എന്നൊക്കെ പഠിക്കില്ലേ, ആ സെറ്റായിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ ഹെഡ് ആവാം അല്ലെങ്കിൽ ടെയിൽ ആവാം. അപ്പോൾ സെറ്റ് സാമ്പിൾ സ്പേസ് എസ് ഈക്വൽ സെറ്റ് ഹെഡ് ആവാം അല്ലെങ്കിൽ ടെയിൽ ആവാം. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മളതിനെ സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി അതിൻ്റെ എന്തൊക്കെ ഔട്ട്കംസ് ഉണ്ടാകുമോ അതിൻ്റെ എല്ലാ ഔട്ട്കംസിനെയും, പോസിബിളായിട്ടുള്ള എല്ലാ ഔട്ട്കംസിനെയും നമ്മളൊരു സെറ്റായിട്ട് എഴുതുകയാണെങ്കിൽ അതിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അടുത്തൊരു പോയിൻ്റ് ഇവൻ്റാണ്. നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ റിസൾട്ടിനെ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കമ്മിനെ വിളിക്കുന്ന പേരാണ് ഇവൻ്റ്. നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി അതിൻ്റെ ഔട്ട്കംസിനെ വിളിക്കുന്ന പേരാണ് ഇവൻ്റ്. അടുത്ത ഒരെണ്ണമാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി, ഒരു ട്രയൽ നടത്തിയിട്ട് അതിൻ്റെ ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ഒരു ഇവൻറ്റിൻ്റെ ഒക്കുറൻസ് മറ്റൊരു ഇവൻറ്റിൻ്റെ ഒക്കുറൻസിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഇവൻറ്റുകളെ വിളിക്കുന്ന പേരാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. അതും കോയിൻ തന്നെ നമ്മൾ എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തു. ആ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വന്നു കഴിഞ്ഞാൽ ടെയിൽ എന്ന് പറയുന്ന ആ ഒരു ഔട്ട്കം വരാനുള്ള അല്ലെങ്കിൽ ആ ഒരു ഇവൻ്റ് ഒക്കുറ് ചെയ്യാനുള്ള സാധ്യത അവിടെ തടസ്സപ്പെടുകയാണ്. ഹെഡ് വന്നു കഴിഞ്ഞാൽ ടെയിലിൻ്റെ ഒക്കുറൻസിനെ തടയും. അതുപോലെ തന്നെ ടെയിൽ വന്നു കഴിഞ്ഞാൽ ഹെഡിൻ്റെ ഒക്കുറൻസിനെ അത് തടയും. അങ്ങനെയുള്ള ഇവൻറ്റുകളെ വിളിക്കുന്ന പേരാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. അതുപോലെ ഒരുപാട് ഇവൻറ്റുകളെ പറ്റി നമുക്ക് പറയാനുണ്ട്. അതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പറയാം. ഈക്വലി ലൈക്വലി ഇവൻറ്റ്സ് ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ഉണ്ട്. അങ്ങനെ പല പല ഇവൻറ്റ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും വരുന്ന ക്ലാസ്സുകളിൽ പറയാം. അപ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ്, എന്താണ് സാമ്പിൾ സ്പേസ്, എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്, ഇതൊക്കെ ഓർക്കുക. അപ്പോൾ നമുക്കിനിയും ഇതിൻ്റെ ആൻസർ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം? ഇതിൻ്റെ ആൻസർ ചെക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ എപ്പോഴും ഏതൊരു ക്ലാസ്സിലെ കുട്ടിയാണെങ്കിലും, ഇപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അതുപോലെ PG പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും ഈ ഒരു പ്രോബബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എപ്പോഴും 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. ഒരിക്കലും മറക്കരുത്, 0ക്കും 1നും ഇടയ്ക്കായിരിക്കും ഈ പ്രോബബിലിറ്റിയുടെ ആൻസർ ലൈ ചെയ്യുന്നത്. 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ നോൺ നെഗറ്റീവാണ് എന്നുള്ള കാര്യം വളരെ ഷുവറാണ് അതിനകത്ത്. 0ക്കും 1നും ഇടയ്ക്ക്, ഒരിക്കലും 0യിൽ താഴേക്കും പോവില്ല, അതുപോലെ തന്നെ 1നേക്കാളും മുകളിലേക്കും പോവില്ല. ഇപ്പം നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആൻസർ -1 അല്ലെങ്കിൽ
-0.1 എന്ന് കിട്ടി. ഒരിക്കലും ആൻസർ ശരിയല്ല, കാരണം നോൺ നെഗറ്റീവാണ്. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒരു ആൻസർ 1.1 എന്ന് കിട്ടി, ശരിയാണ്, നോൺ നെഗറ്റീവാണ്, പക്ഷേ എബോവ് 1 ആണ്. സോ ആൻസർ അവിടെ തെറ്റായിരിക്കും. എപ്പോഴും 1-നേക്കാളും താഴെയും അല്ലെങ്കിൽ 1 വരെയാകാം, അതുപോലെ 0 വരെയാകാം. 0 എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് നടക്കുകയില്ല. അതുപോലെ തന്നെ 1 എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും അത് സംഭവിക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റിയിൽ 0 എന്നാണ് ആൻസർ വരുന്നതെങ്കിൽ എപ്പോഴും അത് നടക്കില്ല. 1 എന്നാണ് ആൻസർ വരുന്നതെങ്കിൽ അത് ഉറപ്പായിട്ട് സംഭവിക്കും. അതാണ് ഈ ആൻസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 0.5 നമ്മൾ മുമ്പേ ചെയ്തപ്പോൾ 1/2 എന്ന് വന്നായിരുന്നു. അപ്പോൾ അത് 0.5 ആണ്. അപ്പോൾ 0.5 എന്ന് പറഞ്ഞാൽ ഒരു 50-50 ചാൻസ്, അത് മേ ബി നടന്നേക്കാം. അത് നമ്മൾ പറയില്ലേ, ആ എക്സാമിന് ചിലപ്പോൾ ജയിച്ചേക്കാം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു 50-50 ചാൻസാണ് 0.5 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് നടക്കില്ല. 1 എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ട് സംഭവിക്കും. 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 50-50 ചാൻസ്. അപ്പോൾ ഈ 0യ്ക്കും 1നും ഇടയ്ക്ക് എന്ത് വേണമെങ്കിലും വരാം. അപ്പോൾ 0യ്ക്കും 1നും ഇടയ്ക്ക് 0 ആവാം, 1 ആകാം. 1-നേക്കാളിലും മുകളിലും പോവില്ല, അതുപോലെ തന്നെ 0യേക്കാളും താഴെയും പോവില്ല. അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റിയുടെ ആൻസർ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാനായിട്ട്. സാധാരണ കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ 1-നേക്കാളും കൂടും അല്ലെങ്കിൽ നെഗറ്റീവ് സംഖ്യകളൊക്കെ എത്താറുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ ആൻസർ തെറ്റാണ് അല്ലെങ്കിൽ ഏകദേശം ശരിയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഈ സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ട്. എ ഡൈ ഈസ് ത്രോൺ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്. 4 ചോദ്യങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, എ നമ്പർ 4. Second one, a number greater than 4. Third one, an even number. Fourth one, 3 or 5. ഇത്രയാണ് ആ ക്വസ്റ്റ്യൻസ്. ഒന്നുകൂടെ നോക്കാം. എ ഡൈ ഈസ് ത്രോൺ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്. ഫസ്റ്റ് വൺ, എ നമ്പർ 4. സെക്കൻഡ് വൺ, എ നമ്പർ ഗ്രേറ്റർ ദാൻ 4. തേർഡ് വൺ, ആൻ ഇവൻ നമ്പർ. ഫോർത്ത് വൺ, 3 or 5. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ഒരു ഡൈ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. സാധാരണ ഏണിയും പാമ്പൊക്കെ കളിക്കുന്ന ആ ഒരു കട്ടയുണ്ടല്ലോ, അതിനെ നോക്കിയാൽ മതി. അതിന് എത്ര ഫേസ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിന് 6 ഫേസുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒന്ന് ത്രോ ചെയ്യുമ്പോൾ മേ ബി അതിന് 6 റിസൾട്ടുകളായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. 6 റിസൾട്ട് ഒരുമിച്ച് വരും എന്നല്ല, അതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും. ഈ 6 റിസൾട്ടിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഒക്കുർ ചെയ്യുന്നത്. 1 വരാം, അല്ലെങ്കിൽ 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, അല്ലെങ്കിൽ 6 വരാം. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ കേസുകളെന്ന് പറഞ്ഞാൽ 6 എണ്ണമായിരിക്കും. ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ കേസുകളെന്ന് പറഞ്ഞാൽ 6 എണ്ണമായിരിക്കും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുക, എ നമ്പർ 4. അപ്പോൾ നമുക്ക് എഴുതാം പി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ 4. അപ്പോൾ നമുക്ക് ടോട്ടൽ ഔട്ട്കംസ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, 6. അതുപോലെ തന്നെ ഇവിടെ 4 വരാനുള്ള സാധ്യത എത്ര തവണയുണ്ട്? ഇവിടെ ഒറ്റ തവണയാണ് 4 വരാനുള്ള സാധ്യത. സോ ഫേവറബിൾ കേസ് ഈക്വൽ 1. അപ്പോൾ 4 എന്ന് പറയുന്ന ഒരു ഇവൻ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/6 ആയിരിക്കും. അതുപോലെ ഇതിലെ ഏതൊരു സംഖ്യയും 1 വരാനുള്ള ആ ഒരു പ്രോബബിലിറ്റിയും 1/6 ആയിരിക്കും. 2 വരാനുള്ളതും 1/6 ആയിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഇതിൽ ഓരോ നമ്പറും വരാനുള്ള സാധ്യത 1/6 തന്നെ ആയിരിക്കും. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എ നമ്പർ ഗ്രേറ്റർ ദാൻ 4 ആണ്. പി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 4. എപ്പോഴും ഔട്ട്കംസ് ടോട്ടൽ കേസുകൾ 6 തന്നെ ആയിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
4-നേക്കാളും കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ 4-നേക്കാളും കൂടിയ നമ്പർ കിട്ടാനുള്ള സാധ്യത നമുക്ക് അതെല്ലാം വ്യക്തമാണ്. 4-നേക്കാൾ കൂടിയ 2 നമ്പറുകളാണ് 5ഉം 6ഉം. സോ 4-നേക്കാളും കൂടിയ നമ്പേഴ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 2/6 ആയിരിക്കും. കട്ട് ചെയ്യാം. 1/3. 2/6നെ കട്ട് ചെയ്ത് എഴുതിയേ ഉള്ളൂ. അപ്പോൾ 4-നേക്കാളും കൂടിയ ഒരു നമ്പർ കിട്ടാനുള്ള സാധ്യത 2/6. കട്ട് ചെയ്യുമ്പോൾ 1/3 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ മൂന്നാമത്തേത് P of getting an even number നോക്കാം. ഇവിടെ ഇവൻ നമ്പറുകൾ 2, 4, 6. സോ ഫേവറബിൾ കേസ് ഈക്വൽ 3. അപ്പോൾ ഒരു ഇവൻ നമ്പർ കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 3/6 ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓഡ് നമ്പറും പറയാം 1, 3, 5. അപ്പോൾ ഇവൻ നമ്പർ കിട്ടാനുള്ള സാധ്യതയും ഓഡ് നമ്പർ കിട്ടാനുള്ള സാധ്യതയും ഇവിടെ 3/6 തന്നെ ആയിരിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ P of getting 3 or 5. എപ്പോഴും ടോട്ടൽ കേസുകൾ മാറുന്നില്ല. 3 or 5 എപ്പോഴും ഈ ഓർ വരുമ്പോൾ ശ്രദ്ധിച്ചോണം, അത് പ്ലസ് ആയിരിക്കും. ഓർ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ പ്ലസ് ആയിരിക്കും ചെയ്യേണ്ടത്. നോക്കണം, 3 വരാനുള്ള സാധ്യതയും അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5 വരാനുള്ള സാധ്യത, 3 അല്ലെങ്കിൽ 5 വരാനുള്ള സാധ്യത, 3 വരാനുള്ള സാധ്യത 1 ആണ്, 5 വരാനുള്ള സാധ്യത 1 ആണ്. സോ നമുക്ക് എഴുതാം 1 + 1 = 2/6. അപ്പോൾ 3 or 5 വരാനുള്ള സാധ്യത ഈക്വൽ 2/6. കട്ട് ചെയ്ത് വേണമെങ്കിൽ എഴുതാം 1/3 എന്ന് എഴുതാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അതുപോലെ തന്നെ മറ്റേതെങ്കിലും എടുക്കുക, 1ഉം 2ഉം വരാനുള്ള സാധ്യത 1 or 2 ആണെങ്കിലും ഇതേ സാധ്യത തന്നെയായിരിക്കും. നിങ്ങൾ ഒരെണ്ണം കൂടെ എടുത്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. 1ഉം 2ഉം 3ഉം വരാനുള്ള സാധ്യത 1 or 2 or 3 വരാനുള്ള സാധ്യത. അപ്പോൾ അത് ഒരുപക്ഷെ പോസിബിൾ ആയിരിക്കില്ല. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക, അതിൻ്റെ ആൻസറും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഈ ടൈപ്പിലുള്ള പ്രോബ്ലങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ടുകൾ പരിഹരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ, ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ ഉണ്ടാവും, കാണുക. അപ്പോൾ കാണാം.